തന്നെ പോകുന്ന ഒരു കർഷകയെ പരിചയപ്പെടാനാണ്. വെറും കർഷക മാത്രമല്ല, സർക്കാർ ഉദ്യോഗസ്ഥ കൂടിയാണ്. ഒരു വീടിന്റെ മട്ടുപ്പാവിൽ എന്തെല്ലാം കൃഷി ചെയ്യാനാകും? ഒന്നോ രണ്ടോ ഇനങ്ങൾ എന്തൊക്കെയല്ലേ നമ്മുടെ മനസ്സിലേക്ക് വരിക. പക്ഷെ ആലപ്പുഴ മാന്നാറിലെ ഒരു വീടിന്റെ മുകളിൽ കയറിയാൽ അത്ഭുതപ്പെടാത്തവരായി ആരും ഉണ്ടാകില്ല. ഏതെങ്കിലും വലിയ കൃഷിത്തോട്ടത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളല്ല. 5 സെന്റ് സ്ഥലത്തെ 800 സ്ക്വയർ ഫീറ്റ് വീടിന്റെ മുകളാണ്. കോളിഫ്ലവർ, തക്കാളി, പാവൽ, പടവലം, മുളക്, കോവൽ തുടങ്ങിയ പച്ചക്കറികൾ. ഡ്രാഗൺ ഫ്രൂട്ട്, സ്ട്രോബെറി, പേരയ്ക്ക, ഓറഞ്ച്, മുന്തിരി തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ. ഞാവലും പ്ലാവും മാവും ഒക്കെയുണ്ട് ഈ വീടിന് മുകളിൽ. സർക്കാർ ഉദ്യോഗസ്ഥയായ നജിമയാണ് കർഷക. വിഷരഹിതമായ പഴവർഗ്ഗങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെറിയ തോതിൽ ടെറസിൽ തുടങ്ങിയ കൃഷിയാണ്. അതിലിപ്പോൾ ധാരാളം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ദിവസേന പറിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. മരമുന്തിരി, പലതരം മാവുകൾ, ദാൽഹേരി ചാമ്പ, പോംഗ്രനറ്റ്, പിന്നെ തണ്ണിമത്തൻ, അങ്ങനെയുള്ള വിദേശ ഇനം ആയിട്ടുള്ള പഴവർഗ്ഗങ്ങളും ഇവിടെ ടെറസിന്റെ മുകളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. മാന്നാർ കൃഷിഭവനിലെ ഉദ്യോഗസ്ഥർ അകമഴിഞ്ഞ പിന്തുണയുണ്ട് ഈ കർഷകയ്ക്ക്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. ഒരു വീടിന്റെ ടെറസിൽ ഇത്രയധികം ഇനങ്ങൾ വിളയിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു അത്ഭുതമല്ലേ തോന്നുന്നത്. പക്ഷെ നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പറ്റൂ എന്നുള്ളതാണ് ഇതിലൂടെ തെളിയിച്ചു തരുന്നത്. രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. തത്സമയ രഘു, സർക്കാർ ഉദ്യോഗസ്ഥയാണ്. അതിനൊപ്പം കൂടി കൃഷിയിലേക്ക് തിരിയുമ്പോൾ എത്രത്തോളം തിരക്കുകൾ ഉണ്ടാകും, എത്രത്തോളം പ്രയാസങ്ങൾ ഉണ്ടാകും ഒക്കെ നമുക്കറിയാം. പക്ഷെ ആ തിരക്കുകളൊന്നും വലിയ രീതിയിൽ മുഖവിലേക്ക് എടുക്കുന്നില്ല. കൃഷിയോടുള്ള ഒരു താല്പര്യം കൂടിയാണ് മനസ്സിലുദിക്കുന്നത് എന്ന് നമുക്ക് ആ ഒരു ദൃശ്യങ്ങളിൽ നിന്നും അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്തായാലും വലിയൊരു കയ്യടി കൊടുക്കുന്ന ആ ഉദ്യമത്തിന്. അത് മാത്രമല്ല, നമ്മളെല്ലാവരും മനസ്സിൽ വെച്ചാലും ഇതുപോലെ നമ്മുടെ സ്വന്തം മട്ടുപ്പാവിൽ തന്നെ നമുക്ക് കൃഷി ചെയ്ത് വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാം എന്നുള്ളൊരു ആശയം കൂടി അതിലൂടെ മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. 50 സെന്റിലധികം ഭൂമിയുള്ള ഭൂരിഭാഗം മനുഷ്യരുടെ പറമ്പിലും പുരയിടത്തിലുമൊക്കെ ഇല്ലാത്തത്ര കാര്യങ്ങളാണ്, ചെടികളാണ്, പച്ചക്കറികളാണ്, പഴങ്ങളാണ് നജിമയുടെ ടെറസിന് മുകളിലുള്ളത്. കൃഷി എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്. പലപ്പോഴും അത് ഒരു ലഹരിയുമാണ്. നമ്മൾ പലപ്പോഴും ഈ കൃഷി നഷ്ടമാണെന്നൊക്കെ കർഷകർ പറയുകയും വീണ്ടും വീണ്ടും അവർ അതിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് കുട്ടനാട്ടിലെ നെൽകർഷകരുടെ ഒക്കെ കാര്യം അങ്ങനെയാണ്. ഒരു തവണ കൃഷി നഷ്ടമാണെങ്കിൽ പോലും, പലതവണ നഷ്ടമാണെങ്കിൽ പോലും ഈ കൃഷിയിലേക്ക് അവർ നിരന്തരം ഇങ്ങനെ എടുത്തെറിയപ്പെടും. അതൊരു ലഹരിയാണെന്ന് പലപ്പോഴും ഈ കർഷകരൊക്കെ പറയാറുണ്ട്. എന്തായാലും നജിമയും ഒരു സർക്കാർ ജോലിയൊക്കെ ഉള്ള ആളാണ്. കൃത്യമായ ശമ്പളവും ഒക്കെ കിട്ടുന്ന ആളാണ്. ആ തിരക്കുകൾക്കിടയിലും നമുക്കറിയാവുന്നതുപോലെ മാന്നാറിൽ നിന്ന് പത്തനംതിട്ടയാണ് ജോലിക്ക് പോകേണ്ടത്. 1-2 മണിക്കൂറത്തെ യാത്രയുണ്ട്. ആ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഇത്തരത്തിൽ ജോലികൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇത് ചൂട് കാലം കൂടിയാണ്. ഈ നമ്മൾ ഈ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്ക് ശുദ്ധമായ കാര്യങ്ങൾ കിട്ടും. ഒപ്പം തന്നെ ഈ ചൂടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, എല്ലാവരും ചൂടിനെ കുറിച്ചാണ് പറയുന്നത്. ചൂട് എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാധാരണ നിലയിൽ ഈ ടെറസിൽ കൃഷി ചെയ്യുന്ന വീടുകൾക്കൊക്കെ അത്യാവശ്യം നല്ല തണലും ഉള്ളിൽ തണുപ്പും ഒക്കെ ആയിരിക്കും. കാരണം അതിന് മുകളിൽ നല്ല പച്ചപ്പാണ്. ഒപ്പം തന്നെ നമ്മൾ ഈ വെള്ളമൊക്കെ ഒഴിക്കുന്നത് കൊണ്ട് ഒരു കോൺക്രീറ്റിന് സാധാരണ നിലയിൽ ഉണ്ടാകുന്ന ചൂട് വളരെ വേഗത്തിൽ അടിക്കാതെ ഒക്കെ കൊണ്ട് ഒരു തണുപ്പും ആ വീട്ടിൽ ഉണ്ട്. നല്ല പച്ചക്കറിയും നല്ല പഴങ്ങൾക്കും ഒപ്പം മനോഹരമായ ഒരു കാലാവസ്ഥയും ഈ മട്ടുപ്പാവിലെ കൃഷി കൊണ്ട് ആ വീടിന് ലഭിക്കുന്നുണ്ട്. നജിമയുടെ ഭർത്താവ് ഗൾഫിലാണ്. മകളുണ്ട്, 4 വയസ്സുകാരി മകളുണ്ട്. അമ്മയെ ഈ കൃഷിയിടങ്ങളിലൊക്കെ സഹായിക്കും എന്നാണ് നജിമ പറയുന്നത്. എന്ന് മാത്രവുമല്ല, പലപ്പോഴും നാട്ടിൻപുറത്തെയൊക്കെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ കൃഷിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്ത് നിന്നുള്ളൊരു സപ്പോർട്ട് ഉണ്ടാകാതിരിക്കുകയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ട്. നമുക്കൊന്ന് കഠിനാധ്വാനം ചെയ്യാൻ ഒന്നും വേണ്ട. ഒരു ചെറുതായി അധ്വാനിക്കാനുള്ള ഒരു മനസ്സ് മാത്രം ഉണ്ടായാൽ മതി. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ നമുക്ക് തന്നെ സ്വയം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ പച്ചക്കറികളിലും വിഷം അടിച്ചാണ് എത്തുന്നത്. കറിവേപ്പില പോലും അങ്ങേയറ്റം വിഷമായിട്ടുള്ളതാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ നല്ല പച്ചക്കറികളും നല്ല പഴങ്ങളും നമുക്ക് വിളയിച്ചെടുക്കാം എന്നുള്ള വലിയൊരു സന്ദേശം തന്നെ നൽകുന്നുണ്ട്.